പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേ PLFS അതിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് ഓഫീസ് പുറത്തുവിട്ടിട്ടുണ്ട്. കേരളം ഈ പട്ടികയിൽ ഏറ്റവും ഗുരുതരമായ നിലയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ വിസ്ഫോടനം നിലനിൽക്കുന്ന സംസ്ഥാനമായി കേരളം കണക്കാക്കപ്പെട്ടിരിക്കുകയാണ്. ഈ ഡാറ്റ അനുസരിച്ച് 30% ആണ് കേരളത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക്. 30% ആൾക്കാർക്ക്, ചെറുപ്പക്കാർക്ക് കേരളത്തിൽ തൊഴിലില്ല എന്നാണ് PLFSൻ്റെ ഔദ്യോഗികമായിട്ടുള്ള കണക്കുകൾ പുറത്ത് വിട്ടിരിക്കുന്നത്. ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം, ഇതിനകത്ത് 47%, 47% സ്ത്രീകൾക്കും 19% പുരുഷന്മാർക്കും ഒരു തൊഴിലുമില്ല എന്നുള്ളതാണ്. കേരളം എപ്പോഴും സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ച് നമ്മൾ വളരെ അഭിമാനത്തോടു കൂടി അവകാശപ്പെടുന്ന ഒരു സംസ്ഥാനമാണ്. മാത്രമല്ല, 3 ടയർ പഞ്ചായത്ത് സിസ്റ്റത്തിലായാലും സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുടെ കാര്യത്തിലായാലും കുടുംബശ്രീകളുടെ കാര്യത്തിലായാലും എല്ലാം വളരെ ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ ശാക്തീകരണ അന്തരീക്ഷം, ഒരു ചുറ്റുപാട് നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. മറ്റു പല സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കുടുംബശ്രീ, അക്ഷയശ്രീ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ്, ഇവിടെയെല്ലാം സ്ത്രീകൾക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന, കാലാകാലങ്ങളായി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ മാറി മാറി ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന UDFൻ്റെയും LDFൻ്റെയും സർക്കാരുകൾ അവരുടെ നയത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്രയും വലിയൊരു തൊഴിലില്ലായ്മ നിരക്ക് സംസ്ഥാനത്ത് ഇപ്പോൾ സംജാതമായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വ്യവസായ മന്ത്രി ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ അതിൻ്റെ മാനദണ്ഡങ്ങളിൽ കേരളം വളരെ മുമ്പിലാണ് എന്നൊക്കെയുള്ള വലിയ അവകാശവാദങ്ങളുമായിട്ട് രംഗത്ത് വന്നിരുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ കേരളത്തിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള ഒരു ബോധപൂർവമായിട്ടുള്ള പരിശ്രമം ഉണ്ടാവുന്നില്ല. കേരളത്തിലെ യുവാക്കൾക്കിടയിൽ മൈഗ്രേഷൻ പെർസെൻറ്റേജ് നമുക്കെല്ലാവർക്കും അറിയാം. അഭ്യസ്തവിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർ മുഴുവൻ കേരളത്തിൽ നിന്ന് അന്യ സംസ്ഥാനങ്ങളെയോ അന്യ രാജ്യങ്ങളെയോ ആശ്രയിച്ച് പുറത്തേക്ക് പോവുകയാണ്. ഇത്രയും ശക്തമായിട്ടുള്ള ഒരു മൈഗ്രേഷൻ പെർസെൻറ്റേജ് ഉള്ള മറ്റൊരു സംസ്ഥാനവും നമ്മുടെ രാജ്യത്തില്ല. നാം തൊഴിലില്ലായ്മയുടെ കാര്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടത്തുന്ന ഒരു സ്റ്റേറ്റാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയൊരു പ്രചാരണ വിഷയം അതിലൊന്ന് തൊഴിലില്ലായ്മയെ സംബന്ധിച്ചുള്ള ചർച്ചകളായിരുന്നു. പക്ഷേ ഇവിടെ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഇതിൽ തൊഴിലില്ലായ്മ നിരക്ക് ഏറ്റവും കുറഞ്ഞ ശതമാനമുള്ള സംസ്ഥാനങ്ങളിൽ പ്രഥമ പട്ടികയിൽ വന്നിരിക്കുന്നത് മധ്യപ്രദേശാണ്. കഴിഞ്ഞ 15 വർഷത്തിലധികമായി BJP ഇടക്കാലത്ത് കുറച്ച് കോൺഗ്രസ് ഭരിച്ചെങ്കിലും BJP ഭരിക്കുന്ന മധ്യപ്രദേശ്, ഗുജറാത്ത്, ഏറ്റവും ഒടുവിൽ ഉത്തർപ്രദേശ് തുടങ്ങി മഹാരാഷ്ട്ര തുടങ്ങി പല സംസ്ഥാനങ്ങളും ഈ വിഷയത്തിൽ കേരളത്തിനേക്കാൾ എത്രയോ മുന്നിലാണ്. വിശദമായിട്ടുള്ള കണക്കുകൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ പല മലയാള മാധ്യമങ്ങളും അതിന് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായിട്ടില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം യുവാക്കൾക്ക് അവസരങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ല, പക്ഷേ ആ അവസരങ്ങളിൽ അവരെ എത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ എടുക്കാത്തത് കൊണ്ടാണ്. അടിസ്ഥാന വികസന സൗകര്യത്തിൻ്റെ അഭാവം, മെച്ചപ്പെട്ട തൊഴിൽ സാഹചര്യങ്ങൾ, സംരംഭകത്വത്തിൻ്റെ കുറവ്, നിക്ഷേപകരിവിടെ ഒരു പണവും നിക്ഷേപിക്കാത്തതിൻ്റെ പേരിലുള്ള പ്രശ്നങ്ങൾ, അനാവശ്യമായിട്ടുള്ള ട്രേഡ് യൂണിയൻ ആക്ടിവിസം തുടങ്ങി നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ചെറുപ്പക്കാർക്ക് തൊഴിൽ നേടുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. കേരളീയം സംഘടിപ്പിക്കുന്നു, ലോക കേരള സഭകൾ സംഘടിപ്പിക്കുന്നു, ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് സംഘടിപ്പിക്കുന്നു, രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രൊപ്പഗണ്ട നടത്തുന്നു, കേരളം ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമാക്കാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇതെല്ലാം കേവലം പ്രചാരണങ്ങളിൽ മാത്രം ഒതുങ്ങുകയാണ്. കഴിഞ്ഞ 4 വർഷം നടന്ന ലോക കേരള സഭകളുടെയും
അന്തിമമായിട്ടുള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 0 ആയിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഒരാൾ പോലും ഇവിടെ സംരംഭകത്വത്തിന് തയ്യാറായിട്ട് വന്നിട്ടില്ല. 1 രൂപ പോലും ഇവിടെ നിക്ഷേപിക്കാൻ തയ്യാറായിട്ടില്ല. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിനെ സംബന്ധിച്ച് വാദോരാതെ സംസാരിക്കുമ്പോഴും കിറ്റക്സ് ഇവിടുന്ന് വിട്ടു ഹൈദരാബാദിലേക്ക് പോയി. മുഖ്യമന്ത്രിയുടെ മകൾ തന്നെ വ്യവസായം തുടങ്ങിയത് ബാംഗ്ലൂരിലാണ്. നിരവധി പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള വ്യവസായങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ആൾക്കാർ കേരളം അടുത്ത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ വാചാടോപങ്ങൾക്കപ്പുറത്തേക്ക് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു പരിശ്രമവും സംസ്ഥാനത്തെ മാറി മാറി ഭരിക്കുന്ന UDF, LDF ഗവൺമെൻറ്റുകൾ നടത്താൻ തയ്യാറാവാത്തത് കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു ഗതികേട് നമ്മുടെ നാടിന് വന്നിരിക്കുന്നത്.